ഈ വീഡിയോ ആണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത്. നമ്മൾ ചെയ്ത വീഡിയോ ടൈൽസിൻ്റെ ഉള്ളിലെ പൈപ്പിന് ഹെൽത്ത് പോസ്റ്റിന് വേണ്ടി ഡ്രില്ല് ചെയ്തപ്പോൾ അതിന് കുടുങ്ങിയത്. ഇതെങ്ങനെ പഞ്ചറടക്കാമെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, നമ്മളൊരു ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ കണ്ടിനി. അത് നമ്മൾ ചെയ്ത വീഡിയോയിൽ ടൈൽസ് ഡ്രില്ല് ചെയ്തപ്പോൾ ഹെൽത്ത് പോസ്റ്റിന് വേണ്ടി ഡ്രില്ല് ചെയ്തപ്പോൾ ടൈൽസിൻ്റെ ഉള്ളിലത്തെ പൈപ്പിനെ കുടുങ്ങി. അവിടെ PPR വർക്കാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതെങ്ങനെ അതിൽ കമൻറ്റ് തോന്നെ വന്നിട്ടുണ്ട്, അതെങ്ങനെ അടിച്ചെന്നുള്ളത്. ഈ PPR വർക്ക് ചെയ്യുന്നതിൻ്റെ മെച്ചം എന്താ വെച്ചാൽ, എത്ര ഹോൾസ് അടിഞ്ഞാലും നമുക്ക് ഹോൾസ് അടക്കാനുള്ള ബിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഞാൻ PPRൻ്റെ കഷ്ണം എടുത്താണ്ട് നേരെ സമയം കളയണ്ടല്ലോ വെച്ചിട്ട് ഹോൾസ് കുത്തിയാണ്, ഡ്രില്ലോണ്ട് ഹോൾസ് കുത്തിച്ച്. ഈ ഹോൾസ് പൈപ്പ് നമ്മളിങ്ങനെ കിടക്കാനുള്ളൂ. അങ്ങനെ ഒരു ഹോൾസ് കയറി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കയറിയിട്ടില്ല കേട്ടോ. നോക്കണേ, നമ്മൾ ഡ്രില്ല് ചെയ്യുമ്പോൾ വെള്ളമുള്ള പൈപ്പാകുമ്പോൾ ഈ ഹോൾസ് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വെള്ളം വരുന്നത്. ഡ്രില്ല് അങ്ങോട്ട് പോയിട്ടില്ല. ഇങ്ങനത്തെ ഈ ഹോൾസ് കുടുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അടക്കാനുള്ളൊരു ബിറ്റാണ്. ഇതുമ്പം കണ്ടോ ഈ സാധനം, ഇതിന് ഇവിടെ ചൂടാക്കും. ഈ കാണുന്നതിൽ ഇവിടെയും ചൂടാക്കും. അതേമാതിരി ഇത് ഇത്ര നീളം എന്താ വെച്ചാൽ ടൈൽസിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ളതാണ്. നമ്മൾ ആദ്യം ഈ ഹോൾസ് ഡ്രില്ലിംഗ് മെഷീൻ്റെ ബിറ്റല്ലേ ഉണ്ടാവുള്ളൂ. നമ്മൾ കോർബിറ്റ് ഇട്ടാണ്ട് ഇത് പോകാനുള്ള ചെറിയൊരു ബിറ്റ് ഉണ്ടാക്കണേ. അതിന് ശേഷം ഈ രണ്ട് ബിറ്റിൻ്റെ ഇടയിൽ ഇങ്ങനൊരു സാധനം കിട്ടും ചൂടാക്കാനുള്ള. ഈ സാധനം ഇവിടെ വേക്ക് വെച്ചിട്ട് ചൂടാക്കും. ഇവിടെ വേക്ക് വെച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് പഞ്ച് ചെയ്യും. ആ പഞ്ച് ചെയ്തതോടുകൂടി പിന്നെ അത് സെറ്റാവും. രണ്ടും ചൂടാക്കിയാണ് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ല നമ്മൾ മുറിച്ചെടുക്കും. അപ്പോൾ ഇതതിൻ്റെ വന്നൊരു ടൂൾസാണ്. ഇത് രണ്ടുണ്ടെങ്കിൽ നമുക്ക് ഈ PPR വർക്ക് പൈപ്പ് നമുക്ക് പഞ്ചറടക്കാം. ഇത് നേർക്ക് PPRൻ്റെ ടൂൾസ് ഇതൊക്കെയാണ്. ഓരോ പൈപ്പിനും ഓരോ ഡൈ ഇങ്ങനെ 3/4 ഇഞ്ച് 1 ഇഞ്ച് 1.25 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് വെച്ചാണ് പമ്പിങ് ചെയ്യുക. ഫുള്ള് പശയില്ലാതെ സോൾവെൻ്റ് ഒന്നും ഇല്ലാതെ ഇത് വെച്ചിട്ട് നമ്മൾ ഷോൾഡർ ചെയ്യാനായിരിക്കാണ് ഈ പൈപ്പുകൾ ചെയ്യുക. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇതിപ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്നത് കൂടുതലും വയറിങ്ങുകാരും പമ്പിങ്ങുകാരും ആയതുകൊണ്ട് ഇവർക്ക് പിന്നെ അതിനെ പറ്റിയൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ PPR വർക്ക് എന്നൊക്കെ അടിച്ചാൽ ചിലപ്പോൾ കിട്ടും, യൂട്യൂബിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെ പഞ്ചറടക്കാമെന്നൊന്ന് കാണിച്ചില്ല. എങ്ങനെയാണ് ഇത് അടക്കുക. അതിന് ആദ്യം ഇങ്ങനത്തെ ഒരു മിഷ്യൻ വേണേ, ബെൽഡ് ചെയ്യുന്നൊരു മിഷ്യൻ വേണം. ഇതാണ് PPR വർക്ക് ചെയ്യണ എല്ലായിടത്തും ഇങ്ങനത്തെ ഒരു മിഷ്യൻ ഉണ്ടാവും. നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് ചൂടാക്കിയിട്ടാണ് ഫുള്ള് വെൽഡ് ചെയ്തെടുക്കുക. ഇതേമാതിരി ഓരോ ഡൈകൾ നമ്മളിങ്ങനെ വന്ന് ഊരിയിട്ട് കണക്ട് ചെയ്യണം. എത്ര ഇഞ്ചാണോ വേണ്ടത് ആ ഇഞ്ച് ഇത് വന്ന് ഊരിയിട്ടെടുക്കും. എന്നിട്ട് ഒരു ഭാഗത്ത് പൈപ്പ് കയറ്റും. ഞാൻ കാണിച്ചു തരുവാണെങ്കിൽ വേറെ ഉപയോഗിക്കുന്ന പൈപ്പാണിത്. ഇത് കണ്ടില്ലേ, ഈ പൈപ്പിൽ ഇതുമ്മ കയറ്റും. ഇതുമ്മ തോന്നെ ഹോൾസ് ഉണ്ട്. ഹോൾസ് ആ ഹോൾസിൽ കയറ്റിയിട്ട് ഈ ആണി സ്ക്രൂ വെച്ചിട്ട് അതിൽ കയറ്റി വെക്കുക. അതിന് ശേഷം ഈ കാണുന്ന പൈപ്പിൻ്റെ ഒരു ഭാഗം ഇതിൽ കയറ്റിയിട്ട് ചൂടാക്കി എടുക്കും, മെൽറ്റാക്കി എടുക്കും. ഇവിടെ മെൽറ്റാക്കി എടുക്കും. അതേമാതിരി നമ്മളെ എൽബോ അല്ലേ, എൽബോൻ്റെ ഉള്ളിലേക്ക് ഇതും മെൽറ്റാക്കി എടുക്കും, ഉള്ളിലേക്ക് കയറ്റും. രണ്ടൊന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ ആ രണ്ടും കൂടി ഇതുമ്പോൾ നേരിട്ടുണ്ട് ജോയിൻ്റ് ചെയ്യും. അങ്ങനെ ഇത് സെറ്റാകും. അങ്ങനെയാണ് PPR വർക്ക് ചെയ്യൽ പൈപ്പ്. അപ്പോൾ നമുക്കിപ്പോൾ വിഷയം ഇപ്പോൾ ഇതാണ്, ഈ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് ഹോൾസ് കുടുങ്ങി, വെള്ളം പുറത്ത് വന്ന് അങ്ങനെയുള്ള സമയത്ത് ടൈൽസിന് ഒരു കോർബിറ്റ്, ചെറിയ കോർബിറ്റ് ഇട്ടിട്ട് ഈ കനത്തിൽ കോർബിറ്റ് കൊണ്ട് അവിടെ നിന്ന് ഹോൾസ് ഉണ്ടാക്കുക. ആ ഹോൾസ് ഉണ്ടാക്കിയിട്ട് ഈ സാധനം ഉള്ളിൽ കൂടെ പോയിട്ട് ഈ പൈപ്പിൻ്റെ ഉള്ളിലുള്ള പൈപ്പിന് ഈ ചെറിയ നോബിലാണ്ട് കയറ്റി കൊടുക്കും. ഇതിങ്ങാണ്ട് കയറ്റിയാൽ ഇതൊന്ന് മെൽറ്റാവും. ഇത് മെൽറ്റായ സമയത്ത് ഇത് നമ്മൾ ചെറിയ കഷ്ണങ്ങളത്തെ വലുതാണ് കിട്ടും. ഇത് കഷ്ണം മുറിഞ്ഞ് പൊരിച്ചാൽ നമുക്ക് ഇതിൻ്റെ കഷ്ണം എടുത്തിട്ട് ഇങ്ങേ ഭാഗത്ത് ചൂടാക്കിയിട്ട് ആ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് തിരികെ കയറ്റി വെച്ചാൽ അത് ടൈറ്റ് ആയിക്കും. ഇത്ര ഒന്നും വേണ്ട, ഇതിൻ്റെ ഇത് മാത്രം നമുക്കൊരു സാധനം വെച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്, എങ്ങനെ ഇത് ചൂടാക്കിയിട്ട് ചെയ്യാന്നുള്ളത്. നമ്മൾ ഇതെടുത്തിട്ടുണ്ട്. ഇത് PPR പൈപ്പ് നമ്മൾ ഇവിടെ ഡ്രിൽ ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഈ കഷ്ണം ഇതെങ്ങനെ ചെയ്യുക വെച്ചാൽ ഇവിടെ ഈ ഹോൾസിലേക്ക് കയറ്റുക. അതേമാതിരി ഇവിടെ രണ്ടും ഒരേ മരക്ക് പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് കുറച്ച് നേരം അങ്ങനെ പിടിച്ചത് രണ്ടും മെൽറ്റാവും. നല്ല രീതിയിൽ മെൽറ്റായി വരുന്നത്. എന്നിട്ട് വലിച്ചു വരും. അതായത് മെൽറ്റായിട്ടുണ്ട്, ഇത് മെൽറ്റായിട്ടുണ്ട്. ഇത് ലെവലിൽ ഇവിടെ കയറ്റി പഞ്ച് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണാം, ഉള്ളിലേക്ക് വല്ല കയറിയിട്ടില്ല, നല്ല രീതിയിൽ പഞ്ചായിട്ടുണ്ട്. ഇതേമാതിരിക്ക് നമുക്ക് എല്ലാ പൈപ്പും അടിച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഒരു ലീക്ക് കൊടുക്കില്ല, ഇത് വെൽഡ് ചെയ്ത് ഒട്ടിയിരിക്കുകയാണ് കിടക്കുന്നത്. നമുക്ക് ആവശ്യാനുസരണം ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് പൈപ്പുകളൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കൽ. നമ്മൾ പ്രഷർ പമ്പിൽ കണക്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രഷർ ചെയ്തിട്ടുണ്ട്.
നമ്മൾ ചെയ്ത PPR പൈപ്പും കഷ്ണമാണിത്. ഇതാണ് നമ്മൾ നേരത്തെ അടിച്ച്. ജോയിൻ്റ് ലീക്കും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ലീക്കും കാര്യങ്ങളൊന്നുമില്ല. ഈ ജോയിൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടറിയാം. ഇവിടെ ഒന്നും ലീക്കും കാര്യങ്ങളൊക്കെ വരുന്നില്ല. നല്ല പ്രഷർ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ പ്രഷർ കൊടുത്തിട്ടുണ്ട്. ലീക്കും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് വീഡിയോ ചെയ്യാൻ ആളില്ല, ഒറ്റയ്ക്ക് വൈഫിനെയും വെച്ചൊക്കെ ചെയ്യണം. അതാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്നത്. ഇതാണ് ഇതേ മരക്കാണ് ഇപ്പം ചെയ്തത്. ഇങ്ങനെ ബെൽഡ് ചെയ്തിരിക്കും, ഇങ്ങനെ കിടക്കും. ഇത് പിന്നെ ഇല്ലാതെ തന്നെ കിട്ടും കേട്ടോ. നമുക്കിപ്പോൾ കിട്ടിയ ഇത് ചെയ്തിട്ട് നമ്മളെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതേ മരക്ക് നിങ്ങൾക്കത്ത് കിട്ടും. അപ്പോൾ ഈ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അത് പോകും. ഇത് പുറത്തുനിന്ന് ചൂടാക്കിയാൽ ബാക്ക് സൈഡ്, ഈ ഉള്ളിൽ മുന്നേ പോയിട്ട് ഇതും ചൂടാവും. പിന്നെ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടോ, ഉള്ളിലത്തെ ഡയറക്ഷൻ എങ്ങനെയാണ്. നമ്മളെ ഫോണൊന്നും വല്ല ക്ലാരിറ്റി ഉണ്ടാവില്ല, ഉള്ളതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനൊരു പ്രയോജനം കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അറിവെന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, ഇങ്ങനെ ഉള്ളിലേക്ക് ഇത്രേ കയറുള്ളൂ. ഇത് അവിടെ മെൽറ്റായി ഒട്ടിപ്പോയി. നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ നോബിന് ഈ ചെറിയൊരു കുനിപ്പുണ്ടായതുകൊണ്ടാണ് ഫുള്ളായിട്ട് കയറാത്തത്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവിടെ ചെറിയൊരു എഡ്ജ് ഉണ്ടായതുകൊണ്ട് മറ്റേ ചൂടാക്കി നമ്മൾ അറിയില്ല എത്ര കയറിയെന്നുള്ളത്. അപ്പോൾ ഈ ഒരു എഡ്ജ് ഉണ്ടായതുകൊണ്ട് അവിടെ നിൽക്കും, അതിലേറെ പോവില്ല. നല്ല രീതിയിൽ മെൽറ്റായിട്ടുണ്ട്. ഇപ്പോൾ കഴിയുമെങ്കിൽ എല്ലാവരും ടൈൽസിന് ബാത്റൂമിൻ്റെ ഉള്ളിൽ ചെയ്യുമ്പോൾ ഈ PPR പൈപ്പിട്ട് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് നല്ല സുഖത്ത് ഇമാതിരി കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ചെയ്തെടുക്കാം. നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, മറ്റുള്ള ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. നമ്മൾ പുതിയ വീഡിയോസ് ഇങ്ങനെ ഇടുന്നതാണ്. നമ്മൾ തോനെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കയറി കാണാൻ. നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് ജംഷീർ CK അരിമ്പ്ര എന്നാണ്. അതിൽ തോനെ നല്ല വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്നാൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.